വെള്ളിയാഴ്ച ലോട്ടറി അടിച്ച സന്തോഷവും ഞായറാഴ്ച ആ ലോട്ടറി അടിച്ച പൈസ മുഴുവൻ തീർന്ന വിഷമമാണ് കേട്ടോ എനിക്ക്. എന്താണെന്ന് മനസ്സിലാവില്ലല്ലോ, ഊഹിക്കാമല്ലോ അല്ലേ. എന്തായാലും വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ശനി ഞായറും അവധിയല്ലേ, പിന്നെ ഞായറാഴ്ച വൈകുന്നേരം ആകുമ്പോഴേ ഞാൻ ഡിമ്മാവും കേട്ടോ. കാരണം തിങ്കളാഴ്ച പോകണം എന്ന് എനിക്കാണെങ്കിൽ എണീക്കാനും വയ്യായിരുന്നു, ഒന്നും ചെയ്യാനും വയ്യായിരുന്നു. ഏറ്റവും കൂടുതൽ അമ്പാടിക്കണ്ണൻ്റെ അടുത്തുനിന്ന് എനിക്ക് അങ്ങോട്ട് മാറാൻ തോന്നുന്നില്ല കേട്ടോ. ശനി ഞായറും ആൾ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കും കേട്ടോ, കാര്യമൊക്കെ പറഞ്ഞ് എന്ത് രസമാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് അവനെ മിസ് ചെയ്യുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇന്ന് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്, പോകാൻ തോന്നുന്നില്ല. എന്നത്തെ കാലം വിഷമം ഇന്നുണ്ട്. പിന്നെ എല്ലാ ദിവസവും തിങ്കളാഴ്ചത്തെ എൻ്റെ കലാപരിപാടിയാണ്. അവൻ്റെ അടുത്ത് കുറേ നേരം ഇങ്ങനെ വരികി ഇരുന്നിട്ട് ഒന്ന് തൊട്ട് തലോടിയൊക്കെ ഇരുന്നിട്ട് നേരെ പോയിട്ട് കലണ്ടർ നോക്കും. കലണ്ടർ നോക്കിയിട്ട് ഈ ആഴ്ചത്തെ അവധികൾ ഇങ്ങനെ ടോട്ടൽ എണ്ണി തിട്ടപ്പെടുത്തി വയ്ക്കും. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ഞാൻ ചമ്മി പോയി, ഈ ആഴ്ച ഒരു അവധി പോലും ഇല്ല കേട്ടോ. പോരാത്തതിന് അതിനെന്താ എനിക്കുള്ള ലീവ് അങ്ങ് എടുക്കും. അത് തന്നെയാണ് എൻ്റെ പ്ലാൻ. ഇനിയിപ്പോൾ ഒരു ഹാഫ് ഡേ ലീവ് കിടപ്പുണ്ട്. അപ്പോൾ അതെന്തായാലും വെള്ളിയാഴ്ച എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അമ്പാടിക്കണ്ണൻ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാറായില്ലേ, അപ്പോൾ ആളുടെ സ്കൂളിലൊന്ന് പോകണം, ടെക്സ്റ്റ് ബുക്കൊക്കെ മേടിക്കണം, അങ്ങനെ കുറേ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്കിങ് വരാമെന്ന് ഓർത്തേ. അതുപോലെ തന്നെ ഒരു അഡീഷണൽ കുറച്ച് അവേഴ്സ് എക്സ്ട്രാ ഞാൻ വർക്ക് ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വ്യാഴാഴ്ച നേരത്തേക്ക് ഇറങ്ങാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ വൻ പ്ലാനിങ് ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിന് ഒരു ആശ്വാസം കിട്ടി. അപ്പോൾ എന്തായാലും ഓഫീസ് എത്തിയിട്ട് ഇന്ന് എനിക്ക് മുഴുത്തൊരു പഴം പൊരി കിട്ടി കേട്ടോ. സത്യം ഇതിനെപ്പോഴും ഇതേ ഉള്ളൂ എന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. കാരണം എനിക്കിന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. എന്തൊക്കെയോ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഈ പഴംപൊരിയൊക്കെ വലുതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് പിന്നെ അതൊക്കെ മതിയല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വണ്ടിയുടെ ടയർ ആകെ ഒരു പരുവമായി, ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ. അപ്പോൾ ബാക്ക് ടയറൊന്ന് മാറി കേട്ടോ. 1350 രൂപയായി. കഴിഞ്ഞ് വീടെത്തിയപ്പോൾ അപ്പുജേനും എൻ്റെ ചാർലിയും ടോമിയും അമ്പാടി എന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഹാപ്പി ടാറ്റാ ബൈ.